എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് മേലാർന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാ ഈ ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് അവരുടെ ജീവിതം. രണ്ടുപേർക്കും അസുഖമാണ്. പിന്നെ ഇവർ താമസിക്കുന്നത് തന്നെ ഒരു സർക്കാരിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫ്ലാറ്റ് പോലത്തെ ഒരു സ്ഥലത്താണ്. പേരെന്താണ്? നാരായണ പൈ. എന്തായിരുന്നു ജോലി? പപ്പളപ്പണിയായിരുന്നു കൊച്ചിലെ. അതൊന്നും ചെയ്യാൻ നിവർത്തിയില്ലാതിരിക്കുന്നു. കാര്യം അസുഖം, ആരോഗ്യക്കുറവ്. എന്തൊക്കെയാണ് അസുഖങ്ങൾ? എനിക്ക് ഇപ്പൊ കണ്ണിന്റെ പ്രശ്നം, കാഴ്ചക്കുറവ് കുറവാണ്. അപ്പോ ബുദ്ധിമുട്ടാണ് വെളിയിലൊക്കെ പോകാനും എടുക്കാനും. നടന്ന് അവിടെ കച്ചവടം ചെയ്യേണ്ടതായിരുന്നു. അതും ചെയ്യാൻ നടക്കാനും പറ്റില്ല. കാലിന് പ്രശ്നമുണ്ടോ? അതെ, കാല് പ്രശ്നം ഉണ്ടായിരുന്നു. തിരക്കി വീഴുന്ന പ്ലാസ്റ്റർ കിട്ടുന്നു. അങ്ങനെ ജോലിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും പോകാമെന്ന് വെച്ചിരിക്കുമ്പോൾ ഭാര്യയ്ക്കാണ് ശ്വാസം മുട്ടലിൻ്റെ ആസ്മ രോഗിയാണ്. കൂടെ കടിക്കും. മഴത്തൊക്കെ അത് വരുമ്പോൾ ശ്വാസം മുട്ടൽ കൂടുമ്പോൾ അഡ്മിറ്റ് ആവും. മക്കളില്ല. അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് കൂടുതലും. എന്താണ് പറയാനുള്ളത്? എന്താ അടുത്തോട്ടിരിക്കണം. എന്തൊക്കെയാണ് അസുഖങ്ങള്? എനിക്ക് ശ്വാസം മുട്ടൽ തന്നെ. വീട്ടില് എന്തെങ്കിലുമൊക്കെ വച്ച് അങ്ങനെ കൊടുത്ത് ഞാനും കഴിക്കും. അത് ചെയ്യാനും വയ്യ. ആഹാരമൊക്കെ ഇപ്പൊ 15 ദിവസം കിടന്ന് ആശുപത്രി കിടന്നു. ഇപ്പൊ കിടന്നേ ഉള്ളൂ. അപ്പൊ ഈ ആഹാരമൊക്കെ ഉണ്ടാക്കാനുള്ള അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? നാട്ടുകാരൊക്കെ സഹായിക്കും. അത് തൊട്ടടുത്തുള്ള ആദ്യം പറഞ്ഞത്, എന്നിട്ടാണ് സഹായിക്കണത്. ചിലപ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളിൽ ഫ്രീ ആട്ടോ വിടും. ഫ്രീ ആയിട്ട് ഉള്ളവരൊക്കെ സഹായിക്കും. ആട്ടോ ചാർജ് വാങ്ങിക്കാതൊക്കെ ആശുപത്രിയൊക്കെ സഹായമുണ്ട്. ഇത് എത്രയാണ് വാടക? ഇതിപ്പോ ഈ വർഷം മുതൽ 2000 രൂപയാണ്. 1500 ഇപ്പൊ 2000 സർക്കാരിന്റെ. ഇപ്പൊ എത്ര 5 മാസത്തെ വാടക കൊടുക്കാണ്ടല്ലേ? 5 മാസത്തെ വാടക കൊടുക്കാനുള്ളതുകൊണ്ട് അവിടെ എന്താ പറയുക, നോട്ടീസൊക്കെ ഒട്ടിച്ചിട്ട് പോയിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരവസ്ഥയിലാണ്. കഴിഞ്ഞ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേനും ഒരു 10 മാസത്തെ അല്ലേ ഒരു വാടക കൊടുക്കേണ്ടായിരുന്നു. അത് ഞാൻ വേറെ ചാനലിലാണ് ചെയ്തത്. അപ്പോൾ അത് ഒരുപാട് സഹായം എന്നുവെച്ചാൽ എന്താ പറയാൻ, 10 മാസത്തെ വാടക കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ വീട്ട് സാധനങ്ങൾ, മരുന്ന്, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ കിട്ടിയില്ലേ? മരുന്ന് വാങ്ങിക്കാനുള്ള സഹായങ്ങൾ, ഒരുപാട് സഹായം കിട്ടി. എത്തിക്കും, ആൾക്കാരെ എത്തിക്കുകയും ചെയ്യും അവരെ സഹായത്തിൽ. എവിടെ? വീട്ടിലെത്തിക്കോ? അല്ല, ആശുപത്രിയിൽ. അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ എത്തിക്കുന്നൊരു ആൾക്കാരും ഉണ്ടായിരുന്നു അല്ലേ? ചെയ്തു തരുന്നു. ഇവര് ആംബുലൻസ് എല്ലാം സാധാരണ ആണെങ്കിൽ ആട്ടോ അവര് ഇവിടെ ഉള്ളവര് ഫ്രീ ആയിട്ട് കൊണ്ടുവിടും. അവിടെ ഉള്ള നോക്കാം. അവിടെ ഇങ്ങോട്ട് ഒരുപാട് മക്കളില്ലാത്ത ബുദ്ധിമുട്ട് ഇപ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത്. നോക്കാൻ പറയാൻ അധികാരപ്പെട്ടവരാരും ഇല്ല. ആരെങ്കിലും ചെയ്ത ഉപകാരം. അങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്. എപ്പോഴോ പിന്നെയൊന്നും അറിയാത്തില്ല. 76 വയസ്സ് എനിക്ക്. നോക്കുകയാണെങ്കിൽ 74 കഴിഞ്ഞ് നടക്കണം. എപ്പോഴാണ് എന്നൊന്നും അറിയാക്കില്ല. അങ്ങനെയൊക്കെയാണ് ഈ ബുദ്ധിമുട്ട്. അമ്മയ്ക്ക് എപ്പോഴും അസുഖം വരാറുണ്ടല്ലേ? എപ്പോഴും ഈ മഴപ്പഴുവത്തില്ലേ സീസൺ വരുമ്പോഴേ ഇടയ്ക്ക് വെച്ചിട്ട് ഇതുപോലെ തന്നെ മാമൻ നമ്മുടെ ലോട്ടറി റോഡുകളിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യും അല്ലേ? അതെ. അപ്പോഴും ആ സമയത്താണ് ആ തിരക്ക് വീഴുന്നത്. ഈ മഴ സമയത്ത് ഞാൻ വീട്ടിലിരിക്കായിരുന്നു. അപ്പോഴും ഈ നാട്ടുകാർ, ഇവിടെ ഉള്ള നാട്ടുകാരെല്ലാവരും ചേർന്നാണ് നമ്മളെ സഹായിച്ചത്. തിരിച്ച് ലോട്ടറി കച്ചവടത്തിൽ പോയിട്ട് അപ്പോഴോട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ അമ്മ ബാത്റൂമിൽ കിടക്കായിരുന്നു അല്ലേ? അതെന്താ, എങ്ങനെയായിരുന്നു അത്? അത് ഞാൻ ഇന്ന് രാവിലെ ഒരുമാതിരി ഇരുന്നു. ഞാൻ ചാനയില്ലെന്ന് വിചാരിച്ചു. ഉച്ചയായപ്പോ ബാത്റൂമിൽ പോയപ്പോ അങ്ങ് വീണുപോയി. എനിക്ക് അങ്ങനെ ഷുഗറാ. അപ്പൊ ഇന്നേരം അന്ന് നോക്കി നേരത്തെ വന്നത് കൊണ്ട് എന്നെ നോക്കിയപ്പോ കണ്ടില്ല. അപ്പൊ ചുമ്മാ കഥ അടച്ചിരിക്കില്ല. ഞാൻ അന്ന് നോക്കി ഞാൻ അടയ്ക്കാതെ ആണ് ഇരുന്നത്. ചെറുതായിട്ട് ചാരിയിട്ടുള്ളൂ. അല്ലെങ്കിൽ അടച്ചിട്ടെങ്കിൽ തുറക്കാൻ പറ്റതായിരുന്നു. പിന്നെ ആംബുലൻസ് ഒക്കെ വന്ന് കൊണ്ടുപോയി. 35 ആയി ഷുഗർ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഗുളിയൊക്കെ കഴിച്ചു, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. തന്നു. നാളെ പോയി വാങ്ങിക്കണം. നാളെ പോകാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ നെഞ്ചുവേദന പോലെ വന്നു. അതിനെന്തിനാ എടുക്കണം എന്നൊക്കെ അതൊക്കെ അവർ എടുത്തു. കുഴപ്പമില്ല. മൂന്നാഴ്ച കൊണ്ട് ചെക്കപ്പിന് പോകണം. ഗുളിയ അതിനുണ്ട്. നാളത്തെ ഡേറ്റാണ് ആശുപത്രി പോകാനുള്ള. 2-3 പറഞ്ഞു വെച്ചില്ല, സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പോയിട്ട് വരണം നമ്മൾ. ഇങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. പിന്നെ ഗ്യാസ് തീരുമ്പോഴത്തേക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും. ആഹാരം. അതെ,
അത് കഴിഞ്ഞിട്ട് ഈ ഗ്യാസ് എടുക്കാൻ അതുപോലെ തന്നെ എല്ലാവരും ആരെങ്കിലൊക്കെ അടുത്ത വീട്ടുകാര് പൈസ ഇട്ട് എന്തൊരു പറയാൻ നോക്കാതെ പോകണമെന്നേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ അങ്ങനെ പോണം. പലരുടെ സഹായം കൊണ്ട് അല്ലേ? അതെ. ഇപ്പൊ ഗ്യാസ് തന്നെ ഒന്നിച്ച് ഒരാളല്ലെങ്കിൽ എല്ലാരും കൂടെ പൈസ ഇട്ട് ഷെയർ ഇട്ട് ഗ്യാസ് ഇങ്ങനെ എത്തിക്കും. ചെറിയ ഇപ്പൊ വലിയ കുറ്റി പിന്നെ റേഷൻ ഉണ്ടല്ലോ അല്ലേ? റേഷൻ ഉണ്ട്. റേഷൻ അരി കൊണ്ട് എല്ലാം വാങ്ങിക്കില്ല, കുറച്ച് വാങ്ങിച്ചിട്ട് കുറച്ച് അവിടെ നിന്ന് എന്തെങ്കിലും കൊടുക്കും. അതെ അതെ കടയിലുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ വാടക കൊടുക്കാനും നിവൃത്തിയില്ല. ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ സഹായിച്ചൊക്കെ ചെയ്യാം. അത് ആരെങ്കിലും സഹായിക്കുക പെട്ടെന്ന് തരണം ചെയ്യാം എന്നാണ് ജീവിക്കുന്നത്. വാടകയും കൂട്ടി 2000 ആയി. 2000 അതും ഇപ്പൊ 5 മാസം പെൻഡിങ്. അത് ബാക്കിയെല്ലാം കൊടുത്ത് 5 മാസത്തേ ഉള്ളൂ. അത് ജോലിക്ക് പോകാൻ ഒക്കത്തെ തട്ട് വരുന്നത്. ജോലിക്ക് പോരുന്നത് എന്തെങ്കിലും നമുക്ക് വരുമ്പോ ഏതാ പൊക്കോണ്ട് 250 300 കൊണ്ടുവരുമ്പോ ജോലിക്ക് പോയി പൊക്കോണ്ട് 4 മണിക്ക് രാവിലെ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് രാത്രി വൈകുന്നേരം ആകുമ്പോ വരും. ഇപ്പൊ അതും ഇല്ലാതായി. ഈ കാരണം യാത്രയിൽ വരുമ്പോഴാണ് മുടങ്ങുന്നത്. അവിടെ പെണ്ണുങ്ങളെ വാടക കിടക്കൂല, എന്നാലും എവിടെയെങ്കിലും ഇത്തിരി സ്ഥലം കിട്ടണമെങ്കിൽ അവിടെ കിടക്കും. കിടക്കൂല, ഞങ്ങൾക്ക് പരിചയമുള്ളതുകൊണ്ട്. ഡോക്ടർമാരുടെ സൗജന്യത്തിൽ ഒരു സൈഡിൽ കിടക്കാം അനുവദിക്കും. തറയിൽ കിടക്കും. അല്ല കുട്ടികൾ അങ്ങനെ അവരെ സൗജന്യത്തിൽ അങ്ങനെയൊക്കെ പ്രായം നോക്കിയിട്ട് ഒരു സൗജന്യം അവർ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങനെ കൂട്ടിരിക്കാൻ പോകണം, അല്ലെങ്കിൽ വേറെ കൂട്ടിരിക്കാൻ ആൾ നോക്കണം. വഴി നമുക്ക് ആരെങ്കിലും എരിക്കണം, അവിടെ പോണവർ പോകുമ്പോഴേ എനിക്ക്, അല്ലെങ്കിൽ ഇവിടെ വന്നാലേ ഒക്കുള്ളൂ. അവർ പറഞ്ഞു ഒറ്റയ്ക്ക് പോകരുത്, തലകറക്കമൊക്കെ വരണമെങ്കിൽ ഡോക്ടർ പറഞ്ഞു വിളിച്ചിട്ട് വേണം പോകാൻ. ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 2-3 വർഷത്തിന് മുമ്പ് വീഡിയോ ചെയ്താണ് ഇവരെ പറ്റി വേറെ ചാനലിന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെയും ഇവിടുന്ന് കുറേ ദിവസം കൊണ്ട് പറയുകയാണ് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് തരണം. കാരണം അത്രയ്ക്ക് നിവൃത്തികേട്. കാരണം ഒരു ഭക്ഷണം കഴിക്കാൻ പോലും കണ്ടില്ല, ഈ അവസ്ഥ കണ്ടില്ല. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് പറ്റാത്തത് ഇല്ല. പിന്നെ വാടക 5 മാസത്തെ ഞാൻ കാണിക്കാം, നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഈ വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ളവർ എന്തെങ്കിലും സഹായം, ചെറുത് നിങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായം മതി അല്ലേ? എന്തെങ്കിലും സഹായം അവർക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയും പോലെ മരുന്ന് വാങ്ങിക്കാനും പിന്നെ ഈ വാടക പെൻഡിങ്ങും, ഇല്ലെങ്കിൽ ഇത് 5 മാസമായി ഇനിയിപ്പം ഇറങ്ങി പോകേണ്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും 1500-600 അതെ അതെ. അപ്പം ഈ പറയും പോലെ തന്നെ ഉടനെ തന്നെ ഇവിടെ ഇറങ്ങി കൊടുക്കേണ്ടി വരും. വാടക കൊടുത്തില്ലെങ്കിൽ വല്ലാത്തൊരു പ്രശ്നത്തിലാണ് അവരിയ്ക്കുന്നത്. എന്തെങ്കിലും സഹായം നിങ്ങളാൽ കഴിയുന്ന ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറയും പോലെ എന്തെങ്കിലും സഹായങ്ങൾ ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അതുപോലെ തന്നെ അല്ലാതെയും വെച്ചേക്കാം. പിന്നെ അവരുടെ നമ്പർ, മാമൻ്റെ നമ്പർ കൂടെ ഞാൻ വെച്ചേക്കാം. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം, മാമനാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക. കാരണം ഞാൻ അത്രയും അങ്ങനെ പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയും പോലെ വയസ്സായവരാണ്. ആരെങ്കിലും ആ ഫോൺ വാങ്ങിച്ചിട്ട് വേറെ ആരെങ്കിലും സംസാരിച്ച് അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അപ്പോൾ അവർക്കും ഒരു സമാധാനമാവും. ഈ പറയും പോലെ നമുക്ക് നാളെ എന്താണ് ഗതി, എന്ത് പറ്റുമോ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ എന്തെങ്കിലും സഹായങ്ങൾ നിങ്ങളാൽ കഴിയുന്ന, പിന്നെ ഈ പറയും പോലെ സഹായം ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നിങ്ങളൊരു 10 പേർക്ക് ഷെയർ അടിക്കുക. ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അവർക്കെങ്കിലും സഹായം ചെയ്യാൻ പറ്റും. ഈ സഹായം ചെയ്യാൻ വേണ്ട സാമ്പത്തികപരമായിട്ടോ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ സഹായം, നല്ല സുമനസ്സുകളുടെ സഹായം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.